മദ്രാസിലെ സിനിമാ കാലം അമ്മിണിക്ക് തിരക്കുകളുടേതായിരുന്നു. ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ മാത്രമല്ല, അഭിനേത്രി എന്ന നിലയിലും കൈ നിറയെ ചിത്രങ്ങൾ. മലയാളത്തിനൊപ്പം അന്യഭാഷാ സിനിമകളും ഈ കലാകാരിക്ക് ഒരുപാട് അവസരങ്ങൾ നൽകി. പക്ഷേ ഭർത്തൃവീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി സിനിമ വിട്ട് മദ്രാസിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു അമ്മിണിക്ക്. ഞങ്ങൾ മദ്രാസിൽ പോവുക. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഞാൻ ഡബ്ബിങ്ങിനൊക്കെ പോകാൻ തുടങ്ങി. അവിടെ എനിക്ക് ഏറ്റവും സഹായമായിട്ട് നിന്നത് സേതുമാൻ സാറ്, അസോസിയേറ്റ് വാസ് സാറ്, നസീർ സാറ്, സത്യം മാഷ്, പിന്നെ ജനറൽ പിക്ചേഴ്സ്, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അവിടെ ഒരുവിധം ശാരദയുടെ പടം, കുറ്റവാളികൾ, അങ്ങനത്തെ ഒരു 5-6 പടം ശാരദയ്ക്ക് വേണ്ടി മദ്രാസിൽ നിന്ന് ഞാൻ ചെയ്തു. പിന്നെ എനിക്ക് അസോസിയേറ്റ് വാസ് സാറിൻ്റെയൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഡബ്ബിങ് കിട്ടും. അതിനകത്ത് എനിക്ക് അഭിനയിക്കാനുള്ള ഇതും കിട്ടും. പിന്നെ മഞ്ഞുലാസ് എം ഒ ജോസഫ് സാറിൻ്റെ, അന്ന് ബൽത്താ സാർ എന്ന് പറഞ്ഞൊരാളാണ് തോക്കുകൾ കഥ പറഞ്ഞെടുത്തത്. തോക്കുകൾ കഥ പറയുന്നതിലാണ് ആദ്യമായിട്ട് ഞാൻ മദ്രാസിൽ ചെന്നിട്ട് എനിക്കൊരു വേഷം കിട്ടുന്നത്. എനിക്കറിഞ്ഞുകൂടാ, അന്ന് എനിക്കൊരു 10-24 വയസ്സ് കാണും. തോക്കുകൾ കഥ പറയുന്നതിനകത്ത് അമ്മ വേഷമാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ മുടി നരപ്പിച്ചാൽ പിന്നെ അതേ എനിക്ക് കിട്ടൂ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഭയങ്കരമായിട്ട് മുടിയൊക്കെ നരപ്പിച്ച് സത്യം മാഷിൻ്റെ അമ്മയായിട്ട് തോക്കുകൾ കഥ പറയുന്നതിൽ അഭിനയിക്കുക. ആ അഭിനയം കഴിഞ്ഞ് പടം ഇറങ്ങിയപ്പോൾ ഭയങ്കര അഭിപ്രായം. എന്നെപ്പറ്റി വലിയ ഒരു ഫോട്ടോ ഒക്കെ ഇട്ട് പേപ്പറിൽ. അത് കഴിഞ്ഞ് എനിക്ക് അടിമകൾ, ഞാനും ശാരദയുടെ അമ്മ, അത് കിട്ടി. അതിൽ ഡബ്ബിങ്ങും ശാരദയുടെ അമ്മയായതും ഒക്കെ ഞാൻ. അത് കഴിഞ്ഞ് എനിക്ക് വാഴ്വേമായം, സത്യസാറിൻ്റെ പെങ്ങളായിട്ട് കൊച്ചമ്മണി എന്നാണ് വിളിക്കുന്നത്, അതിനകത്ത് എൻ്റെ പേരിട്ടത്. അത് കഴിഞ്ഞ് ഭാര്യമാർ സൂക്ഷിക്കുക, അതിനകത്ത് ഷീലയുടെ അഡ്വൈസർ മാധവി അമ്മ, ഇവർ അതിനകത്തൊരു പുള്ളോത്തിയാണ്, 5 സുന്ദരികൾ ജയഭാരതിയുടെ അമ്മ. ഇങ്ങനെ ഒരു കുറേ പടങ്ങൾ എടുത്തുകൊണ്ട് അങ്ങനെ ഞാൻ അവിടെ ഒരുവിധം പിടിച്ചു നിന്ന് വരുമ്പോഴേ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അനിയന്മാരുടെ കത്ത്, ഞങ്ങൾക്ക് സിനിമാക്കാരിയെ വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ ചേട്ടത്തിയെ വേണം. അവസാനം ഞാൻ ചെന്ന് അസോസിയേറ്റ് വാസാറിനോട് പറയാണ്, സാറേ എൻ്റെ കുടുംബജീവിതം തകരും, അതുകൊണ്ട് എനിക്ക് പോകണം. അപ്പോഴെൻ്റെ കൂടെ അപ്പച്ചനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ കൂടെ ഒരു വളർത്തുമകനുണ്ട്, ജോൺസൺ എന്ന് പേരാ. അതെൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന വേലക്കാരിയുടെ മോനാണ്. അവനോടുള്ള പ്രവൃത്തി കണ്ടിട്ട് അവനെ എനിക്ക് തന്നേക്കാവോ എന്നും ചോദിച്ച് ഞാനങ്ങ് കൊണ്ടുപോവുക. അവനെ മദ്രാസിൽ കൊണ്ടുപോയി. ഇന്നവനെവിടെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ വാസ് സാർ പറഞ്ഞ്, ശരി, നിൻ്റെ സ്വഭാവത്തിന് ഈ ഫീൽഡ് പറ്റത്തില്ല, ഒരു കാര്യം ചെയ്യും, പോകാൻ നോക്കുക. അപ്പം ഞാൻ പറഞ്ഞ്, എൻ്റെ കുറച്ച് സ്വർണ്ണമൊക്കെ മാർവാടിയിൽ ഇരിപ്പുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? കുറച്ച് ഞാൻ സഹിക്കാം, പിന്നെ നീ സത്യനെയും നസീറിനെയൊക്കെ വിളിച്ച് പറ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ, ഉമ്മർ, സത്യം മാഷ്, നസീർ സാറ്, സേതുമാൻ സാറ്, അസോസിയേറ്റ് വാസ് സാറ്, ഇവരെല്ലാവരും കൂടെ സഹായിച്ചിട്ടാണ് എൻ്റെ സ്വർണ്ണമൊക്കെ എടുത്ത് ഞാൻ മദ്രാസിൽ നിന്ന് പോരുക. ഞാനും എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഈ വളർത്തു ചേർക്കനും. ഹാർബറിൽ തീവണ്ടി ആഫീസിൽ വന്ന് ഇറങ്ങുമ്പോൾ 400 രൂപയുണ്ട് എൻ്റെ കയ്യിൽ മിച്ചം. ഇവിടെ ഒരു ഫോട്ടത്തിലിരിപ്പുണ്ട് ഒരു ഡംബിൾസ്. ആ ഡംബിൾസ് കൊടുത്ത് വെച്ചപ്പച്ചൻ ഇതുകൊണ്ട് പണയം വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ എന്തെങ്കിലും ആവശ്യം നടക്കണമല്ലോ. അപ്പച്ചനിത് പണയം വെക്കാൻ പോയി. പണയം വെച്ച് 3 ഏത്തപ്പഴം വാങ്ങി മടിയിൽ വെച്ചിട്ട് എൻ്റെ അപ്പച്ചൻ ആലപ്പുഴ ESA ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കടക്കാനും ഒരു കാറ് വന്ന് എൻ്റെ അപ്പച്ചനെ ഇടിക്കുകയാണ്. അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട്, എൻ്റെ മോൾക്ക് ആരുമില്ല, അവൾക്കൊരു തുണിയും വിളക്കും കൊടുക്കണേ. 11 ദിവസം എൻ്റെ അപ്പച്ചനെ കൊട്ടാര ആശുപത്രിയിൽ കിടന്ന് ഞാൻ ശുശ്രൂഷിച്ച് 11ാം ദിവസം എൻ്റെ അപ്പച്ചൻ മരിക്കുകയാണ്. അവിടെ നിന്ന് രാത്രി 11 മണി എൻ്റെ അപ്പച്ചൻ മരിക്കുമ്പോൾ ഡോക്ടർമാരെല്ലാം നോക്കി നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ വയ്യ. മരിച്ച് ആ രാത്രി തന്നെ ഞാൻ ഓരോ കടകളിൽ നടന്ന് വേണ്ട ഉടുപ്പുകളും ശവപ്പെട്ടി തുറപ്പിച്ച് അതെല്ലാം എടുത്ത് ശവപ്പെട്ടിക്ക് അഡ്വാൻസും കൊടുത്ത് അവിടുന്ന് ഞാൻ വീട്ടിൽ വന്നിട്ട് ഉറങ്ങാതെ എൻ്റെ അപ്പച്ചൻ മിലിറ്ററിയിൽ നിന്നൊരു ചാരിസേരം ഉണ്ടോന്നുണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് കുത്തിയിരിക്കുക. ഞാൻ ശവം എടുക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞ്,
എൻ്റെ അപ്പച്ചൻ്റെ പെട്ടി എൻ്റെ തോളെ പൊക്കി വേറെ ആരും വേണ്ട. കാരണം അതുങ്ങളെ നോക്കാനായിരുന്നല്ലോ ഇത്രയും പ്രയാസം. സാമ്പത്തിക നിലയുള്ള എൻ്റെ ഭർത്താവിനും ഒക്കെ വലിയ പ്രയാസം. പെട്ടി എൻ്റെ തോളെ പൊക്കി വെക്കാൻ പറഞ്ഞ് പെട്ടി എൻ്റെ തോളെ പൊക്കി വെച്ചിട്ടാണ് ഒരു 2-3 കിലോമീറ്റർ നടക്കണം പള്ളിയിലേക്ക്. ഈ സാരിയെല്ലാം പൊക്കി ഇങ്ങനെ അങ്ങ് കുത്തി പെട്ടി. ജീവിതത്തിൽ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. പെട്ടി പൊക്കി വെച്ച് തോളെ കൊണ്ടുപോയി പള്ളിയിൽ അടക്കി എൻ്റെ അപ്പച്ചൻ. സിനിമാ കുടുംബത്തിലെ പലരും അമ്മിണിയെ മറന്നുപോയ കാലത്ത് നടി ശാരദയ്ക്കൊരു കത്തയച്ചിരുന്നു ഈ പഴയ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. ദൂരദർശനിൽ ശാരദ അഭിമുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ശാരദ പറയുന്നത്, എനിക്ക് വേണ്ടി ശബ്ദം തന്ന ആലപ്പിയിലുള്ള ഒരു 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 ഇത്രയും പറഞ്ഞ് ശാരദ എൻ്റെ പേര് പറഞ്ഞില്ല. ഉദയ സ്റ്റുഡിയോയിലുള്ള സർവ്വ ശാരദയുടെ പടവും കൊച്ചിയമ്മണി അല്ലാതെ ശബ്ദം കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഇച്ചിരി അകന്ന് നിന്നായിരുന്നു. അപ്പോൾ TR റോമനെ വിളിച്ച് 3-4 പടം ചെയ്യിപ്പിച്ച്. അപ്പോഴത്തേക്ക് അവിടുത്തെ ജോലിക്കാരെല്ലാം കൂടെ വഴക്ക് കൂടി ഞങ്ങൾക്ക് കൊച്ചിയമ്മണിയെ വേണം. അങ്ങനെയാണ് വീണ്ടും ഞാൻ ഉദയ സ്റ്റുഡിയോയിൽ ഡബ് ചെയ്യാൻ വന്നത്. ബന്ധുക്കളും സ്വന്തക്കാരും തിരിഞ്ഞു നോക്കാനില്ലാതെ വന്നപ്പോഴും അഗ്നിപരീക്ഷകളിലൂടെ ജീവിതം കടന്നുപോയപ്പോഴും കൊച്ചിനമ്മിണി തളർന്നില്ല. ആരുടെ മുന്നിലും തലകുനിച്ചില്ല. ജന്മം കൊടുത്ത മകളെ നന്നായി വളർത്താനും പഠിപ്പിക്കാനും കലാകാരിയായ ഈ അമ്മയ്ക്ക് കല തന്നെയായിരുന്നു ആശ്രയം. ഞാൻ നാടകത്തിന് പോയ സാഹചര്യം, എൻ്റെ കുഞ്ഞിനെ ഒരൊക്കത്തെടുത്ത് വെച്ചിട്ട് ഓരോ തോളിൽ നാടകസഞ്ചിയും തൂക്കിയാണ് യവന കൊല്ലം ബാബുവിൻ്റെ നാടക ട്രൂപ്പിലും മറ്റ് നാടക ട്രൂപ്പിലും ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ കൊച്ചിനെ കൊണ്ട് നാടക സ്റ്റേജിൽ പോയിട്ട് ഈ കൊച്ചിനെ ഗ്രീൻ റൂമിൽ ഒരു ചെറിയ തൊട്ടി കെട്ടി ആ തൊട്ടിയിലിട്ടിട്ടാണ് ഞാൻ നാടക സ്റ്റേജിൽ കയറുന്നത്. അങ്ങനെ ഒരുപാട് അനുഭവിച്ച് ഒരുപാട് ഞാൻ വിഷമിച്ച്. അവസാനം എൻ്റെ കൊച്ചിന് 1/2 കുപ്പി പാല് മേടിക്കാൻ ഞാൻ ഉടുത്തിരുന്ന സാരി വിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. അവളുടെ നല്ല ഇതിന് വേണ്ടിയിട്ടാണ്. ഇന്നും അവൾക്ക് ഇത്രയും അവൾ വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹം കഴിപ്പിക്കാനുള്ള ഒന്നും എൻ്റെ കയ്യിലില്ല. എന്ത് കൊടുത്ത് ഞാൻ വിവാഹം കഴിപ്പിക്കും? എനിക്കൊരു വീടില്ല. ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരുപാട് ഇതെല്ലാം കഴിഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ആരെയും കയറ്റാതെ ഞാൻ പിടിച്ച് നിന്ന്, ഒരുത്തർക്കും എൻ്റെ ഇത് വിട്ടുകൊടുക്കാതെ പിടിച്ചു നിന്നിട്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇത്രയും വളർത്തിയത്. ഈ ആരെയും കൈമണി അടിക്കാനും പിന്നെ നാടകത്തിനോ അല്ലെ സിനിമയ്ക്ക് വേണ്ടി ആരെയും നെഞ്ചു കുനിച്ചു കൊടുക്കാനും അല്ലെ അതിന് എനിക്ക് കയറാൻ വേണ്ടി എന്തെങ്കിലും ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വരട്ടെ. എൻ്റെ നാടകക്കാരി എന്ന് പറഞ്ഞാൽ വേശ്യെന്നർത്ഥമാണ്. അന്ന് അങ്ങനെ ആയിരുന്നു. പ്രായമായി ഞങ്ങൾ നാടകക്കാർ വിളിക്കത്തില്ല. തല നരപ്പിച്ച വേഷത്തിന് തല നരച്ച് അപ്പോഴത്തേക്കും അഭിനയിക്കാൻ വിളിക്കത്തില്ല. കൊച്ചു പെൺപിള്ളേരെ കൊണ്ടുപോയി സ്റ്റേജിൽ കയറ്റി അമ്മ വേഷം എടുപ്പിക്കും, തലയും നരപ്പിച്ച്. എന്നാലും ഞങ്ങളെ വിളിക്കത്തില്ല. ഞങ്ങൾ എവിടെ പോകും? ഒരു ജോലിക്കാരിയായിട്ട് വല്ല വീട്ടുകളിലും കയറി നിൽക്കാൻ പറ്റുമോ? നമ്മുടെ ഇമേജ് നോക്കണ്ടേ? എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങും പോകാൻ പറ്റത്തില്ല. സിനിമാക്കാരി, നാടകക്കാരി, റേഡിയോ സ്റ്റേഷൻ. ഇപ്പം എനിക്ക് ആകെ ഉള്ളത് എൻ്റെ കുഞ്ഞിന് ഒരു വിവാഹം വേണം. രണ്ടാമത്തത് കയറിക്കിടക്കാൻ ഒരു കൂര വേണം.